ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയായി കുഴുവേലിപ്പടിയിലാണ്. 4.6 സെന്റ് സ്ഥലത്ത് 2275 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈനുള്ള വീട്. ബോക്സി ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ട് മുകൾ ഭാഗത്ത് ബാൽക്കണി വരുന്നു. പ്ലെയിൻ ഗ്ലാസുകൾ കൊടുത്ത് ആ കണ്ടംപററി ഡിസൈൻ നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ട് ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈനും വീടിന്റെ എലിവേഷനിൽ വരുന്നുണ്ട്. ധാരാളം ടെക്സ്ചർ വർക്കുകളും നൽകിയിരിക്കുന്നു. വലിയ ജനലുകളാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത. മനോഹരമായിട്ടുള്ള ഡിസൈൻ നിർമ്മിച്ച ഒരു വീട്. വീടിന്റെ റോഡ് വരുന്നത് നല്ല വീതിയുള്ള റോഡാണ്. ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന 5 മീറ്റർ വൈഡ് റോഡാണ് ഈ വീടിന് ഫ്രണ്ടിലായി വരുന്നത്. വീടിന്റെ മതിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലും GI ഷീറ്റുകളിൽ CNC വർക്ക് ചെയ്തിട്ടുമാണ്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള മുറ്റമാണ് നൽകിയിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പ്ലാന്റഡ് ബോക്സ് കാണാം. സിറ്റ് ഔട്ട് വളരെ മനോഹരമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. 3-4 കസേരകൾ ഇട്ട് ഇരിക്കാവുന്ന രീതിയിൽ വിശാലമായതാണ് സിറ്റ് ഔട്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. 2 പില്ലറുകൾ വരുന്നുണ്ട്. പില്ലറുകളിൽ ടെക്സ്ചർ വർക്ക് നൽകി. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് വരുന്നത്. ക്രോസ് വെന്റിലേഷന് വേണ്ടി ഇരുവശത്തും 3 പാളി ജനലുകൾ നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കുകൾ പ്രൊഫൈൽ LED ലൈറ്റുകളോടുകൂടി മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. TV യൂണിറ്റും ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കുന്ന പാർട്ടീഷൻ വാളും ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം ക്യൂരിയോ ഷെൽഫും ഈ പാർട്ടീഷൻ വാളിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. 4x2 വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 3 ഫേസ് കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. കോവ് LED ലൈറ്റുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ മുകളിലേക്ക് പോകുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ചെറിയൊരു ഇന്റേണൽ ഗാർഡൻ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് വരുന്നുണ്ട്. വാനിറ്റി കൗണ്ടറും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സെറൈതേതാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. കിച്ചനും ഡൈനിങ് സ്പേസും തിരിക്കുന്നത് ഈ കാണുന്ന ആർക്കി ഡ്രൈവാണ്. ക്യൂരിയോ ഷെൽഫ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളറും ഗ്രേ കളറുമാണ് കബോർഡുകൾക്ക് നിറം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. അതിന് മുകളിലായിട്ട് വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ വരുന്നത്. കിച്ചണിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായി കാണാം. മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡ് മെയ്ഡ് സിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയും സിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു 3 പാളി ജനൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായി കബോർഡുകൾ വർക്ക് ഏരിയയിലും വരുന്നുണ്ട്. സെപ്പറേറ്റായി വേറൊരു വർക്ക് ഏരിയ കൂടി പുറത്ത് നമുക്ക് അവൈലബിൾ ആണ്. റഫ് വർക്കുകൾ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം.
ഇരുവശത്തും ഓരോ പാളി ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വശത്തായി ഒരു 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. മികച്ച രീതിയിൽ തന്നെയാണ് വാർഡ്രോബിന്റെ നിർമ്മാണം. ക്യൂരിയോ ഷെൽഫും വാർഡ്രോബിൽ നൽകിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഹോം ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂം. മനോഹരമായിട്ടുള്ള ബാത്റൂം. സാനിറ്ററി ഫിറ്റിംഗ്സുകളെല്ലാം സെറയുടേതാണ് നൽകിയിരിക്കുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഫ്രണ്ട് ഏരിയയിൽ വരുന്നത് കൊണ്ട് തന്നെ ജനൽ വളരെ വലിയ ജനലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വശത്തായിട്ട് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. ഡ്രസ്സിംഗ് ഏരിയ കൂടി വാർഡ്രോബിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെയും ക്യൂരിയോ ഷെൽഫുകൾ നമുക്ക് കാണാം. പ്രൊഫൈൽ LED ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ലൈറ്റിംഗ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തിലാണ് എല്ലാ ബെഡ്റൂമുകളും നൽകിയിരിക്കുന്നത്. വുഡൻ ഡിസൈനുള്ള ടൈലുകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അവിടെയാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള വിശേഷം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. GI സെക്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് വരുന്നത്. വിശാലമായിട്ടുള്ള സ്പേസ് ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും മുകളിലത്തെ 2 ബെഡ്റൂമിലേക്കും ബാൽക്കണിയിലേക്കും ഒരു കോർട്ട്യാർഡിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമുള്ള ഡോറുകൾ നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിലും TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. ഇവിടെയാണ് കോർട്ട്യാർഡ് സ്പേസ് വരുന്നത്. ടെറാക്കോട്ട ജാളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. താഴത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്ററാണ് ഈ വില്ല പ്രൊജക്റ്റിലേക്കുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ അകലമുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം 3 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാടിലേക്ക് പോകാനായിട്ടുള്ള 6 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്ററും അകലമുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. വുഡൻ ഫ്ലോറിംഗ് ആണ് യൂട്ടിലിറ്റി സ്പേസിൽ നൽകിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂം പോലെ വിശാലമായത് തന്നെയാണ് ഈ ബെഡ്റൂമുകൾ. ഇവിടെയും വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ഇവിടെയും ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉള്ളത് തന്നെയാണ്. ഇവിടെയാണ് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം വരുന്നത്. ഒരു വശത്ത് വലിയ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വാർഡ്രോബ്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഈ ബെഡ്റൂമിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇതാണ് ബാൽക്കണി. ഹാൻഡ് റെയിലുകൾ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. 2 പില്ലറുകൾ വരുന്നുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു ഓപ്പൺ സ്പേസും ഒരു കവേർഡ് സ്പേസും അടങ്ങിയതാണ് ബാൽക്കണി. 4.6 സെന്റ് സ്ഥലത്ത് 2275 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിൻ്റെ വില 87 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് ഈ വീട് കാണാനായിട്ട് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.